24 ബിഗ് ഇമ്പാക്ട്. കേരളത്തിലെ രാസലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 23 രാവിലെ 11:30 യോഗം. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് ലഹരി, അരുതക്രമം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാധ്യമ ജീവിതത്തിന്റെ 40-ാം വർഷം ആഘോഷങ്ങൾ മാറ്റിവെച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ജനകീയ യാത്ര നടത്തിയത്. ലഹരി കേന്ദ്രങ്ങളെയും ലഹരി തകർത്ത ജീവിതങ്ങളെയും തുറന്നുകാട്ടി യാത്രയിൽ 10,000-ങ്ങളാണ് നേരിട്ട് പങ്കെടുത്തത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി SKNും 24 ടീമും നൽകിയത്. സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച മുഖ്യമന്ത്രി വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് വിലയിരുത്തുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും എക്സൈസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ മാസം 23 നടക്കുന്ന ഉന്നതതല യോഗത്തിൽ 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾക്ക് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി ധീരമായ നിലപാടുകളോട് മുന്നോട്ട് പോകട്ടെ. പ്രതിപക്ഷം കലവറയില്ലാത്ത പിന്തുണ അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ പൊതുപ്രവർത്തകരും ജനങ്ങളും അധ്യാപക രക്ഷകർത്തൃ സമിതികളും വിദ്യാലയ സംരക്ഷണ സമിതികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മയക്കുമരുന്ന് ലോബികളെ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി ആട്ടി ഓടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചും വിൽപ്പന വിതരണ രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർക്കാരിന് സഹായകരമാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ആർ അരുൺ രാജ്, 24 കൊല്ലം.